സർവകലാശാലയിലെ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അനുനയ നീക്കവുമായി സർക്കാർ രംഗത്തെത്തി. രാവിലെ രാജ്ഭവനിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. വിസിമാരുടെ നിയമനത്തിൽ രാജ്ഭവൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വിസിമാരെ നിയമിച്ചതെന്നാണ് മന്ത്രിമാർക്ക് ഗവർണർ മറുപടി നൽകിയത്. സർവകലാശാല വിഷയത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് രാജ്ഭവന്റെ നിലപാട്. താൽക്കാലിക വിസിമാരുടെ നിയമനത്തിൽ ഗവർണർ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു മന്ത്രിമാർ ഗവർണറെ കാണാനെത്തിയത്. വിസി നിയമനവുമായി ബന്ധപ്പെട്ട കേസ് 13-ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനു മുന്നോടിയായി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇരു കൂട്ടർക്കുമിടയിലുള്ള കടുത്ത തർക്കങ്ങൾക്കിടയിലും രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിന് 15 ലക്ഷം രൂപയുടെ അധിക ഫണ്ട് സർക്കാർ അനുവദിച്ചിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്നിനായാണ് 15 ലക്ഷം രൂപ അനുവദിച്ചത്. അതേസമയം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ രംഗത്തെത്തി. സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കുലർ ഇറക്കിയത്. വൈസ് ചാൻസലർ വിളിക്കുന്നതോ അധികാരപ്പെട്ടതോ ആയ യോഗത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. ജീവനക്കാരെ വിളിച്ചുവരുത്താൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല. ഫയൽ വിളിച്ചുവരുത്താനോ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനോ അധികാരമില്ല. വ്യക്തിഗതമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും ജീവനക്കാർ അംഗീകരിക്കേണ്ട. അത്തരം നടപടികൾ ഉണ്ടായാൽ വൈസ് ചാൻസലറെ അറിയിക്കാനും സർക്കുലറിൽ പറയുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗീകരിക്കാത്ത രജിസ്ട്രാറാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നാണ് മറ്റൊരു കാര്യം. ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ സിൻഡിക്കേറ്റ് ഹാൾ തുറക്കരുതെന്ന് കഴിഞ്ഞ ദിവസം വിസിയും കർശന നിർദ്ദേശം നൽകിയിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.